അപ്പം കഴിഞ്ഞ 2 ദിവസമായിട്ട് കുറച്ച് സംഭവങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ നടന്നു. സാറ്റർഡേ, സൺഡേ, ഇപ്പോൾ വീക്ക് സ്റ്റാർട്ട് ചെയ്തു മൺഡേ. വലിയ ആഘോഷങ്ങൾ ബിഗ് ബോസ് വീടിൻ്റെതായ ഒന്നുമില്ല. ആകെ ശോകമുഖം, പൂജയ്ക്ക് സുഖമില്ല. സിബിനാണെങ്കിൽ വീട്ടിൽ പോയാൽ മതി, എന്നെ വിടൂ, ഞാൻ പുറത്തു പോകുന്നത് തുറന്നു തരൂ, ഞാൻ പുറത്തു പൊക്കോളാം, നടന്നെങ്കിലും പൊക്കോളാം, ആ അവസ്ഥയിലാണ് ഇപ്പോൾ സിബിനുള്ളത്. സോ അപ്പം ഞാൻ സിബിൻ എന്തുകൊണ്ട് സിബിൻ ഇങ്ങനെയായി, അല്ലെങ്കിൽ സിബിനെ ഇത്രത്തോളം തകർന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ തകർത്തത് എന്തുകൊണ്ട്, അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ബീബിക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, മീൻസ് ജാസ്മിൻ ഗബ്രി കോംബോ തന്നെ. ഇപ്പോൾ ഒരു സീസൺ തുടങ്ങുമ്പോൾ കുറേ പേര് വരുന്നു, ഓരോരുത്തരുടെയും ഒരാഴ്ചയൊക്കെ ഇങ്ങനെ പോകുന്നു. അതിൽ ഏതെങ്കിലും ഒന്ന് ബിഗ് ബോസിന് ഒന്ന് ഫോക്കസ് ചെയ്യും, ബിഗ് ബോസ് ഒന്ന് ഫോക്കസ് ചെയ്യും. എന്നിട്ട് അവരിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഏതാണോ ആ തുടക്കത്തിൽ റീച്ചിലേക്ക് വരുന്നത്, അതുകൊണ്ട് അത് നെഗറ്റീവോ ഓർ പോസിറ്റീവോ, അല്ലെങ്കിൽ രാജാവോ റാണിയോ ഇതുപോലത്തെ ലവ് ട്രാക്കോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഏതാണ് ജനങ്ങൾക്കിടയിൽ അധികം സംസാര വിഷയമാകുന്നത്, ചർച്ചാ വിഷയമാകുന്നത്, അല്ലെങ്കിൽ അയ്യോ എന്നൊക്കെ പറയുന്ന വിഷയങ്ങളുള്ളത്, അതിലേക്ക് ബിഗ് ബോസ് ഫോക്കസ് ചെയ്യും. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിലാണ്. അപ്പോൾ ഈ സീസൺ 6 ഇത് ജബ്രികളാണ്, ജാസ്മിൻ ഗബ്രി കോംബോ ആണ്. കാരണം അവർ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞാൽ അവർ ലൈവിൽ കാണിക്കുന്ന അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ പ്രണയ നാടകങ്ങൾ, അത് പ്രേക്ഷകരിൽ ഒരുപാട് അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രൊമോ വന്നാൽ, അല്ലെങ്കിൽ എന്താ പറയുക, ചാനലുകളിൽ വേറെ ചർച്ചകൾ, അല്ലെങ്കിൽ ട്രോളുകൾ, ഇവരെക്കുറിച്ച് ഒരുപാട് ട്രോളുകൾ, അല്ലെങ്കിൽ എന്താ പറയുക റിവ്യൂ ചെയ്യുന്നവരുടെ എല്ലാം നോക്കുമ്പം ഈ സീസൺ 6 ഏറ്റവും കൂടുതൽ നെഗറ്റീവിൽ നിൽക്കുന്നത് ഈ കോംബോയാണ്, അതായത് ജാസ്മിൻ ഗബ്രി കോംബോ. അപ്പോൾ ബിഗ് ബോസ് അവരെ ഫോക്കസ് ചെയ്തു. കാരണം രാത്രിയെല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ചേർന്നിരിക്കുന്ന വശങ്ങളിൽ ഇവർ ലൈവ് കണ്ടമാനം അവരത് ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇവർ രണ്ടുപേരും ചേർന്നിരിക്കുന്നുണ്ടോ, ക്യാമറ അവിടെ തന്നെ സൂം ചെയ്യുന്നു. അതിങ്ങനെ അണവിട തെറ്റാതെ അവരത് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ചർച്ചകളായി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ജാസ്മിൻ ഗബ്രി കോംബോ സോഷ്യൽ മീഡിയയിലൊന്ന് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അവരുടെ തന്നെ ജാസ്മിൻ ഗബ്രി എന്നൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെ സംബന്ധിക്കുന്ന, അവരെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ടാവും. അതിന് തന്നെ ഇപ്പം തന്നെ ലക്ഷക്കണക്കിന് വീഡിയോസ് ആയിട്ടുണ്ടാവും. അതിന് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ വീഡിയോയ്ക്ക് തടിയും ലക്ഷങ്ങൾ വ്യൂവേഴ്സ്, ചിലവരുടെ വീഡിയോയിലൊക്കെ മില്യൺ വ്യൂവേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സോ അപ്പം നോക്കുമ്പോൾ ഏറ്റവും ഈ സീസൺ 6 ചർച്ച ചെയ്യപ്പെടുന്നത് ആരാണ്? ജാസ്മിൻ ഗബ്രി, അവരുടെ കണ്ടന്റ് ആണ്. സോ ബിഗ് ബോസിന് ഇത് ആവശ്യമാണ്. ബിഗ് ബോസിനും ഏഷ്യനെറ്റിനും അവരുടെ ചാനൽ എൻ്റെ മോൻഷ ടീം, മൊത്തം ഈ ടീമിന് ഇത് ആവശ്യമാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് പിന്നുള്ളത് ഏറ്റവും കൂടുതൽ. ഇപ്പൊ ലാലേട്ടൻ വന്നിട്ട് പറയില്ലേ, നിങ്ങളെല്ലാവരും ഒരുപോലെയാണ്, ഒരാളോട് മാത്രം എനിക്കോ ഈ ടീമിനോ ഒരു പ്രത്യേകതയുമില്ല, എല്ലാവരോടും ഒരുപോലെയാണ് എന്ന് ഇടയ്ക്ക് പറയുന്നത് എന്തുകൊണ്ടാണ് അറിയോ? ഈ സാറ്റർഡേ എപ്പിസോഡിലും ലാലേട്ടൻ അതുപോലെ പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പാർഷ്യാലിറ്റി കാണിക്കുന്നു എന്നുള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞത്. സോ ബിഗ് ബോസിന് ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ, ഇത് റീച്ച് കിട്ടുക എന്നുള്ളതാണ്. എല്ലാം ബിസിനസ്സാണ്. അപ്പോൾ സോ ഇത് റീച്ച് കിട്ടണം. നമ്മൾ സീസൺ 5 നോക്കിയിട്ടില്ലേ, പോയ സീസൺ 5 കുറച്ച് ശോകമാകണു, അല്ലെങ്കിൽ അതിനകത്ത് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക, കഴിഞ്ഞ സീസണുകളിലെ രാജാക്കന്മാരെ, പക്ഷെ അവർ വിന്നേഴ്സ് ആയിരുന്നില്ല. വിന്നേഴ്സിൻ്റെ കപ്പെടുത്ത ആളുകളുണ്ട് വേറെ, പക്ഷെ അവരല്ല വിഷയം. എന്താണെന്ന് പറഞ്ഞാൽ ആ രാജാക്കന്മാർ ബിഗ് ബോസിൽ ഓളം ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ രാജാക്കന്മാരെ ഇറക്കി. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ അത് റേറ്റിംഗ്. സോ അതുപോലെ തന്നെ ഈ സീസൺ 6 ജബ്രികളെ ആണ് അങ്ങനെ ഇറക്കിയത്. അതിനുവേണ്ടി ഇപ്പോൾ ജാസ്മിൻ എന്ത് തൊട്ടിത്തരം പറഞ്ഞാലും ശരി, അല്ലെങ്കിൽ അവരെ പ്രേമ നാടകമാണെങ്കിലും ശരി, എന്തിന് ഏറെ കഴിഞ്ഞ ഒരു എന്താ പറയുക 2 ആഴ്ച മുൻപ് വരെ ഇതാരെങ്കിലും ചോദിച്ചിരുന്നോ? ലാലേട്ടൻ ചോദിച്ചിരുന്നോ? ഇല്ല. അവർ ഏതറ്റം വരെ അവർ പോകണോ അത് ആ അറ്റം വരേക്ക് അവർക്ക് പോകാം. അത് ജാസ്മിനും അറിയാം, എല്ലാ സീസണും എല്ലാ ഭാഷകളും കണ്ടിട്ട് വന്നിട്ടുള്ളതല്ലേ. സോ അവർ വരുമ്പോൾ തന്നെ വെളിയിൽ ഇതുപോലെ ഞങ്ങൾ ലവ് ട്രാക്കാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഗെയിം കളിക്കുക, കപ്പ് നേടുക എന്നുള്ളതാണ്
അവരുടെ ലക്ഷ്യം എല്ലാവരും ലക്ഷ്യത്തോടു കൂടിയിട്ടല്ലേ വന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ആരുടെയും പക്ഷം പിടിച്ച് പറയുന്നതല്ല. നമ്മളിപ്പോൾ ഈ 2-3 ദിവസത്തെ ഈ ഗെയിം കണ്ടതിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആരും പക്ഷം പിടിച്ചിട്ടോ വേറൊന്നുമല്ല. ഈ ഗെയിം എങ്ങനെ ഫോക്കസ് ചെയ്ത് പോകുന്നു, എന്തുകൊണ്ട് സിബിനെ തകർത്തു എന്നുള്ള മാറ്ററിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്തേ കണ്ടോളൂ. സോ അപ്പോൾ ഇവർ റേറ്റിംഗ് കൂടാനായിട്ട് ജാസ്മിൻ ഗബ്രിയൽ അവർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അത് ചെയ്യുന്നു. ഈ മൈക്കിടാത്ത കാര്യങ്ങളെല്ലാം ഒരുപാട് തവണ വാണിംഗ് കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്താലും ജാസ്മിൻ പിന്നെയും അത് തെറ്റിക്കുന്നു, പിന്നെയും വാണിംഗ് കൊടുക്കുന്നു. പിന്നെ അതിനെതിരെ ഒരു പണിഷ്മെൻ്റ് ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. അങ്ങനെയൊക്കെ ചെയ്താലും എന്തൊക്കെ ചെയ്താലും ജാസ്മിനും അറിയാം ഞങ്ങളെ വെച്ച് നന്നായിട്ട് പോകും, ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം വെളിയിൽ നന്നായിട്ട് പോകും. ഹിന്ദിയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാമല്ലോ. അപ്പോൾ എല്ലാം അരച്ച് കലക്കി കുടിച്ച് വന്നിട്ടുള്ളവരാണ്. സോ അവരും അത് തന്നെ അത് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അവർ ഞങ്ങൾ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചില വിഷയങ്ങളെല്ലാം ചെയ്ത് കാണിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്ക് മുൻപിൽ എന്ന് വൈൽഡ് കാർഡ് വന്ന ദിവസം അവരിത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അവർ ചെയ്തത്. ബിഗ് ബോസിന് എന്താണ്, ഈ ഏഷ്യനെറ്റിന് എന്താണ്, ഈ ഇതിനകത്ത് വന്നിട്ടുള്ള കണ്ടസ്റ്റന്റുകൾ ഏത് വിധത്തിൽ, അതായത് റൂൾ ബ്രേക്ക് ചെയ്യാതെ ഏത് വിധത്തിൽ കണ്ടന്റ് കൊടുത്താലും അവർക്കത് വിഷയമല്ല. അത് ചിലപ്പോൾ ഇവര് പേരാണ് നെഗറ്റീവ് ആണെങ്കിലും ജബ്രി അവരെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നെങ്കിൽ അത് ആ വിധത്തിൽ പോക്കോട്ടെ. സോ അങ്ങനെയൊക്കെ വന്നെടുത്ത് എന്താ പറയുക, ജാസ്മിന് കുറേ ആനുകൂല്യങ്ങൾ, പ്രിവിലേജ് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കുകയുണ്ടായി. കാരണം അച്ഛൻ വിളിച്ചു, ജാസ്മിൻ തകർന്നുപോയി. അവിടെയും ബിഗ് ബോസിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ജാസ്മിൻ ഒരു ലെറ്റർ വന്നു, അതും ജാസ്മിൻ അവിടെ ഹൈഡ് ചെയ്തു, ബിഗ് ബോസ് ഹൈഡ് ചെയ്തു. ജാസ്മിന്റെ വാപ്പ വിളിച്ചു, അതും ബിഗ് ബോസ് ലൈവിൽ കാണിച്ചില്ല, അവിടെയും ജാസ്മിൻ അതങ്ങനെ ചെയ്തു. ജാസ്മിനെ പിന്നെ എന്താ പറയുക കുറച്ച്, അതായത് ജാസ്മിൻ ഗബ്രി എന്നുള്ള കോംബോ ഒരുപാട് നെഗറ്റീവിലേക്ക് പോകുന്നു, എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വൈൽഡ് കാർഡ് വന്നപ്പോൾ കുറേ സായിയൊക്കെ പറഞ്ഞു, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സായി പറഞ്ഞ് കഴിയുന്നവരെ ബിഗ് ബോസ് വെയിറ്റ് ചെയ്തു. അതിനുശേഷം ജാസ്മിൻ ഭയങ്കര അയ്യോ വെളിയിൽ എന്നെ പറ്റി നെഗറ്റീവാണോ എന്നറിഞ്ഞിട്ട് ജാസ്മിൻ ശോകമായി പോകുന്നു, അല്ലെങ്കിൽ ഗബ്രിയായിട്ട് അകന്നു പോകുമോ എന്നുള്ളത് കൊണ്ടാകാം മേ ബി ജാസ്മിന്റെ ആ വീക്കിൽ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. വൈൽഡ് കാർഡ് വന്ന വീക്കിലെല്ലാം ജാസ്മിന്റെ ഇമോഷൻ സൈഡ് ഒരുപാട് റീൽസുകളായിട്ട് ഏഷ്യനെറ്റ് സംപ്രേഷണം ചെയ്തു ഒരുപാട് തവണ. അതായത് ജാസ്മിൻ ഇങ്ങനെ സാഡായിട്ടിരിക്കണം. അപ്പോൾ അവിടെയും ജാസ്മിന്റെ സിമ്പതി, ജാസ്മിന് ഒരുപാട് സപ്പോർട്ട് കിട്ടിയ ഒരു വീക്കാണത്. ഇമോഷൻസ് മാത്രം ആക്രോശിച്ചിരുന്ന ജാസ്മിനെ ഇമോഷൻസ് മാത്രം വെളിയിൽ കാട്ടി ഒരുപാട് സിമ്പതി സമ്പാദിച്ചുകൊണ്ട് ഒരുപാട് വ്യൂവേഴ്സിന് ജാസ്മിന് കിട്ടി. ജാസ്മിൻ്റെ സൈഡ് നമ്മൾ ഏത് നോക്കിക്കഴിഞ്ഞാലും ഏതൊരു വീഡിയോ ഏത് ട്രോളാണെങ്കിലും ജാസ്മിൻ എന്തിനെങ്ങനെ ആ കൊച്ചിനെ ട്രോളുന്നു വരെ പറഞ്ഞ ആളുകളുണ്ട്. ചീത്ത വിളിച്ച ആളുകളുടെ വായിൽ തന്നെ മാറ്റി വിളിപ്പിക്കാൻ ചാനലിന് കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇവര് വലിയ കുഴപ്പമില്ലാതെ വീണ്ടും ജാസ്മിനെ എന്തൊക്കെയോ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട്, എത്രയൊക്കെയോ തെറി വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരുപാട് എന്താ പറയുക പ്രേക്ഷകരുടെ ഭാഗത്ത് പ്രതിഷേധങ്ങൾ വന്നപ്പോൾ മാത്രമാണ് ഒരു തവണ ഇത്തരത്തിൽ തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞ് അതെന്തോ ഒരു ഐഡിയയിൽ വന്ന മാറ്ററാണ്. ഒരു നിങ്ങൾ പോയ സീസണിലെ കണ്ടസ്റ്റന്റുകളെല്ലാം വളരെ ക്ലിയർ ആയിരുന്നു, നിങ്ങൾ മാത്രം ഇത്തരത്തിൽ തെറി വിളിക്കുന്നു എന്നെല്ലാം കാണിച്ചൊരു കാർഡ് കൊണ്ടുവന്ന് വായിപ്പിച്ച് ലാലേട്ടനൊന്ന് കൂട്ടിയത്. സോ അതല്ലാതെ അവരെ വേറൊരു കാര്യത്തിലും നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് വൈൽഡ് കാർഡ് വന്നതിന് ശേഷമാണ് സിബിന്റെ ഗെയിം ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചില്ല. സിബിൻ ഇവരെ ഫോക്കസ് ചെയ്താണ് ഇവരെ രണ്ടുപേരെയും പിരിച്ച് ഒരാളെ ഔട്ടാക്കാനാണ് സിബിന്റെ ശ്രമം എന്നുള്ളത് ബിഗ് ബോസ് പിന്നീടാണ് അറിഞ്ഞത്. ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റ് ഈ ഷോ നടത്തുന്ന എന്താ പറയുക ചാനലുകാർക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ഇത് ഏത് ലെവലിൽ പോകണം എന്നുള്ളത്. കണ്ടസ്റ്റന്റുകൾ ചെയ്യുന്ന പരിപാടിയും പ്രവർത്തിക്കുന്നതും അവർ തമ്മിൽ സംസാരിക്കുന്നതല്ലേ സ്ക്രിപ്റ്റ് അല്ലാത്തതുള്ളൂ. ഗെയിമും അതിനകത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം ഇതെങ്ങനെ ഫോക്കസ് ചെയ്യണം, ഏത് ദിവസം എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം സ്ക്രിപ്റ്റ് ആണല്ലോ. സോ അവരുടെ സ്ക്രിപ്റ്റിൽ ജാസ്മിൻ ഗബ്രിയുടെ ഈ ഒരു പ്രേമ നാടകം ഏത് ലെവലിൽ പോകുകയാണെങ്കിലും പോക്കോട്ടെ, ജനങ്ങൾക്ക് ആകാംക്ഷയാണ്. കാരണം ജനങ്ങൾ ഇവര് ഫ്രണ്ടാണോ എന്ന ഫ്രണ്ട് അല്ല, അതിലപ്പുറം ഇവർ എന്തൊക്കെയോ കാണിക്കുന്നു. എന്ന പ്രണയമാണോ അവരതും തുറന്നു പറയുന്നുമില്ല. എന്നിട്ട് പ്രേക്ഷകരെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഇവർ പ്രേമ നാടകം കളിക്കുന്നു. അപ്പൊ ജനങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനാണ്, ഇവർ എന്താണ് ഇങ്ങനെയെന്ന്. അതാണ് ജനങ്ങൾ വീണ്ടും ചർച്ച ചെയ്യുന്നത്. ഇതാണ് ബിഗ് ബോസിനും വേണ്ടത്, ഇതാണ് ജാസ്മിനും വേണ്ടത്. അത് നെഗറ്റീവ് ആയാലും ശരി പോസിറ്റീവ് ആയാലും ശരി ജാസ്മിൻ ഗബ്രി വെളിയിൽ ചർച്ച ചെയ്യണം. അതാണ് ജബ്രികളുടെ തീരുമാനവും. സോ അത് ചർച്ച ചെയ്യണം. ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ഇവർക്ക് പ്രേമമാണെങ്കിൽ പറഞ്ഞൂടെ, പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണ്ടേ എന്ന് നമ്മൾ പറയുന്നു.
ജാസ്മിൻ ഗബ്രി പറയാണ്, ഞങ്ങൾക്ക് പ്രേമമാണ്, ഞങ്ങൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, അതിന്റെ ഗുമ്മില്ല. ഇതവര് സമ്മതിക്കാത്തിടത്തോളം കാലം നമ്മൾ പ്രേക്ഷകർ വെളിയിൽ ഇരുന്നുകൊണ്ട് പറയും ഇവരേതറ്റം വരെ പോകും, ഇവരെന്ത് തൊട്ടിത്തരം കാണിക്കും. ഇത് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും, വെളിയിൽ പ്രേക്ഷകർ മാറി 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 ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് അവർക്ക് വേണ്ടത്, അതാണ് ഈ ചാനലിന് വേണ്ടത്. എല്ലാവർക്കും ക്യൂരിയോസിറ്റി. ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ഈ വൃത്തികെട്ട പരിപാടി കാണിക്കുന്നു, അങ്ങനെയാണല്ലോ പറയുന്നത്. കാരണം അവർ ഫ്രണ്ടാണെന്നും അതിന് മേലെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരത് സമ്മതിക്കുന്നുമില്ല. ജയിലിൽ കിടന്നപ്പോൾ പോലും ജാസ്മിൻ പറയുന്ന, നോറ ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം കണ്ടോ, ഞങ്ങൾക്കൊരു ക്ലാരിറ്റിയും ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ക്ലാരിറ്റി. ഇതെന്ത് കഥയാണിത്? അപ്പോൾ മൊത്തത്തിലൊരു ക്ലാരിറ്റി ഇല്ല. ഈ ക്ലാരിറ്റി കൊടുക്കാത്തതാണ് അവരുടെ ഗെയിം, അവരുടെ സ്ട്രാറ്റജി. എല്ലാവരും കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കട്ടെ. ജാസ്മിൻ ഗബ്രി എന്ത് ചെയ്യണമെന്ന് നോക്കട്ടെ, നോക്കിക്കൊണ്ടിരിക്കൂ, നേരം വെളുക്കുന്നവരെ നോക്കിക്കൊണ്ടിരിക്കൂ. അങ്ങനെ ഈ വൈൽഡ് കാർഡ് വരുന്നവരെ ജാസ്മിൻ ഗബ്രി രാത്രി 2 മണി വരെയും വിശ്രമമില്ലാതെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നിടത്താണ് വൈൽഡ് കാർഡ് വന്ന് അത് ഇല്ലാതായത്. ഈ ബിഗ് ബോസ് നോക്കിയിട്ടുണ്ടെങ്കിൽ വൈൽഡ് കാർഡ് വരുന്നവരെ ഈ സീസൺ 6 രാത്രി 2-3 മണി വരയ്ക്ക് ഈ വാഴത്തോട്ടവും ഗാർഡൻ ഏരിയയിലും ഈ സെറ്റിന്റെ ഈ താഴെ ഇവിടെയൊക്കെ ഈ ജാസ്മിൻ ഗബ്രിയുടെ അവരുടെ പ്രണയ നാടകങ്ങൾ അരങ്ങേറിയിരുന്നു. അല്ലെങ്കിൽ ബെഡ്റൂമിൽ അവർ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ശ്രീരേഖയും അന്ന് യമുനയും അവർ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇവർ മാറിയിരുന്ന് ഇവരുടെ ഈ കുശിക്കലും ഇവരുടെ കെട്ടിപ്പിടുത്തും ഉമ്മ വെക്കലും ഇവരുടെ ഫീലിങ്സ് വെളിപ്പെടുത്തുന്നതും എല്ലാം ഇവർ രാത്രി കാലങ്ങളിൽ ഉള്ളതുകൊണ്ട് പ്രേക്ഷകർ അത് ചർച്ച ചെയ്യാനുമായിട്ടിരിക്കും. ക്യാമറ ഇവരെയും ഫോക്കസ് ചെയ്യും. ഏതാണ്ട് 12 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നാടകങ്ങളാണ്. 2-3 മണി വരെയ്ക്ക് ഇവർക്ക് ഉറക്കമേ ഇല്ല. ഇതാണ് ഇത് വെളിയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുകയും ഏഷ്യനെറ്റിനും എന്താ പറയുക ബിഗ് ബോസിനും വൻ റേറ്റിങ്ങും അത് ഉണ്ടാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ വൈൽഡ് കാർഡ് വന്നതും ഈ പറയുന്ന എന്താ പറയുക സായി എല്ലാം പറഞ്ഞു കൊടുത്തതും ജാസ്മിൻ ഡൗൺ ആയതും പിന്നീട് ബിഗ് ബോസിന്റെ ഇത് ശരിയായി വന്നില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ് ജാസ്മിന്റെ ഇമോഷൻ സൈഡ് എല്ലാം കാണിച്ചു കൊടുത്തത്. സോ അതും കഴിഞ്ഞ് സിബിൻ ജാസ്മിനെ ഫോക്കസ് ചെയ്യുന്നു. ആ ഇടത്ത് എന്താ പറയുക ജിൻഡോ ക്യാപ്റ്റൻ ആകുന്നു. ജിൻഡോയ്ക്ക് സിബിൻ ടീം ഒരു സപ്പോർട്ടാകുന്നു. കാരണം ജിൻഡോ അതുവരെയ്ക്കും ഒറ്റയ്ക്കാണ്, സപ്പോർട്ടാകുന്നു. ആ ധൈര്യത്തിൽ ജിൻഡോ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞപ്പോൾ ജാസ്മിൻ ഗബ്രിയെ എന്ത് ചെയ്യണം നോക്കിയപ്പോൾ 2 ടീമിലേക്ക് പിരിച്ചുവിടുന്നു. അത് ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നു. കാരണം അതുവരെ അവർ ഒരുമിച്ചാണ്. കാരണം അതിന് തൊട്ട് മുൻപിൽ ജാസ്മിൻ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പൊ ക്യാപ്റ്റൻ എന്താ പവർ ടീമിൽ നിന്ന് പുറത്താണല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും ആ പവർ ടീം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അവർ ടീമിലേക്ക് കയറാന്ന് വിചാരിച്ചെടുത്താണ് ജാസ്മിനെ ടീം മാറ്റിയിടുന്നത്. അത് ബിഗ് ബോസ് പ്രതീക്ഷിച്ചില്ല, ആരും പ്രതീക്ഷിച്ചില്ല, ജാസ്മിൻ ഗബ്രി പ്രതീക്ഷിച്ചില്ല. അവിടെയാണ് ചെറിയ പാളിച്ച പറ്റിയത്. അത് മാത്രമല്ല 2 പേരിന് 2 ഇടത്താക്കുമ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പാടില്ല, ഇവിടെ ഇരിക്കാൻ പാടില്ല, നിയന്ത്രണങ്ങൾ വന്നു. പിന്നെ ഇരിക്കുന്ന സമയത്ത് സെറ്റിൽ ഇരിക്കുന്ന സമയത്ത് മാറി മാറി ഇരിക്കണം, ടീം വൈസായിട്ട് ഇരിക്കുമ്പോൾ. അല്ലെങ്കിൽ എന്താ പറയുക ഈ സോഫയിൽ വന്ന് ഇരിക്കുന്ന സമയത്ത് ഒരേ ടീമാണെങ്കിൽ അവരിരിക്കുന്നത് കൈ പിടിക്കുന്നതും കാലിൽ പിടിക്കുന്നതും ഇവരിങ്ങനെ ചേർന്നിരിക്കുന്നതും ഇവരിടയ്ക്ക് ഇങ്ങനെ കുശുകുശിക്കുന്നതും തോളോട് തോള് ചേരുന്നതും ഇതെല്ലാം ക്യാമറ ഫോക്കസ് ചെയ്ത് ആ കട്ട് വീഡിയോ ചെറിയ ചെറിയ വീഡിയോസ് എല്ലാം പുറത്തു വിടായിരുന്നു. അത് ചർച്ച ചെയ്യാൻ ഒരുപാട് പേര് ട്രോളുകൾ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരും ചർച്ച ചെയ്യുന്ന ആൾക്കാർ മറ്റു ചാനലുകാർ ഇതെല്ലാം ഇതിനെക്കുറിച്ച് എല്ലാവരും ചേർന്നിരിക്കുമ്പോൾ പോലും ഇവർ കാണിച്ചു കൂട്ടുന്ന ഇവർക്ക് നാണമില്ലേ മാനമില്ലേ എന്ന് ചർച്ച ചെയ്തിരുന്നിടത്ത് ഈ ജിൻഡോ എന്ത് ചെയ്തു പറഞ്ഞാൽ ഇവരെ 2 ടീമിലാക്കിയപ്പോൾ ഈ സോഫയിൽ ഇരിക്കുമ്പോഴും 2 അറ്റത്തായി പോയി. അപ്പോൾ ചാനലിന് അങ്ങനെ ഒരു കണ്ടന്റ് ഇല്ല. ജനങ്ങൾക്ക് എന്താ പറയുക ഇതാ എന്ന് പറയുന്ന രീതിയിലുള്ള ആ ഒരു ചർച്ചയ്ക്കുള്ള ആ ഒരു കണ്ടന്റ് ഇല്ല. 2 പേര് കിടപ്പൻ 2 ഇതിലായി. അപ്പോൾ പകലൊക്കെ എങ്ങനെയെങ്കിലും ഒട്ടിയിരിക്കാന്നല്ലാതെ രാത്രിയൊന്നും ഇതിലൊന്നും ഒന്നും നടക്കുന്നില്ല. ഇതുപോലെ ലൈവ് വിടാൻ അവർക്ക് പറ്റുന്നില്ല. ടോട്ടൽ അവർ തയ്യാറാക്കി വെച്ച ചാനൽ ബിഗ് ബോസ് തയ്യാറാക്കി വെച്ച ഒരു സ്ക്രിപ്റ്റാണ് അവിടെ പൊട്ടിപ്പാളീസായത്. അത് മാത്രമല്ല പിന്നെ സിബിന്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ ഇതിലൊരാളെ ഇതുപോലെ ഇരുത്തിക്കൊണ്ട് നോമിനേഷനിൽ പെടുത്തി ഔട്ടാക്കി കളയുക. ജാസ്മിൻ പോകില്ല എങ്കിൽ ഗബ്രിയെ ഔട്ടാക്കി കളയുക. അതിലും വലിയ ഇതായില്ലേ. ഈ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചാനലിന് കിട്ടുന്ന ഒരു അടിയായിരിക്കും. കാരണം ഈ സീസൺ 6 ഇത്രയും ഇതായിട്ട് ചർച്ച ചെയ്യുന്നത് ഗബ്രികളെയാണ്. സോ അതിലൊരാളെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ചാനലിനും കുറച്ച് ക്ഷീണമല്ലേ.
സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതൊന്നും ഇപ്പൊ വൈൽഡ് കാർഡ് വന്നതോടുകൂടി, പ്രത്യേകിച്ച് സിബിന്റെ വരവോടുകൂടി ഈ സ്ക്രിപ്റ്റിൽ വരാത്ത സംഭവങ്ങളൊക്കെ ആണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തലങ്ങും വിലങ്ങും ചാനൽ ആലോചിച്ചിട്ടുണ്ടാകാം. ആ സമയത്താണ് സിബിന്റെ കയ്യിൽ നിന്ന് അറിയാത്ത ഒരു ചെറിയൊരു സംഭവം ഉണ്ടാകുന്നത്. സംഭവം കാണിച്ചത് വലിയ തെറ്റാണ്, ആ ഒരു ഗസ്റ്റർ കാണിച്ച തെറ്റാണ്. പക്ഷെ ഞാൻ ഈ ചെറിയ സംഭവം എന്ന് പറഞ്ഞത് ഒരു ചെറിയ തെറ്റ് എന്ന് ഞാൻ പറഞ്ഞത്, ഇതിലും വലിയ തെറ്റുകൾ, വലിയ വാക്കുകൾ, വലിയ പ്രതിഷേധം, വലിയ സംഭവങ്ങളെല്ലാം അതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും എടുക്കാത്ത ഒരു ആക്ഷനാണ് സിബിന് വേണ്ടി അത് ചെയ്തത്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ അത് ചോദിക്കാനായിട്ട് ബിഗ് ബോസ് ശരിക്കും നല്ലൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊടുത്തതാണ്. കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ക്വാളിറ്റിയെ പറ്റി ചോദിച്ചു, പുറത്തും ഇങ്ങനെ തന്നെയാണോ, ക്വാളിറ്റിയുടെ കാര്യം എടുത്ത് ചോദിച്ചപ്പോൾ ബാക്കി എന്ത് ചീത്ത പറഞ്ഞിരുന്നെങ്കിലും ഒരു പക്ഷേ സിബിൻ തകർന്നു പോവില്ലായിരിക്കും. ആ ഒരു ചീത്ത എല്ലാവരും ചീത്ത പറയാറുണ്ടല്ലോ, ജാസ്മിനൊക്കെ എന്തോരം ചീത്ത പറഞ്ഞിരിക്കുന്നു. സോ അപ്പൊ അതുപോലെയൊക്കെ ഈ ബിഗ് ബോസ് വീടിനകത്ത് അതൊക്കെ ഉണ്ടാകുന്നുള്ളത് അറിയാം. പക്ഷേ അതായത് ഈ സിബിന്റെ ശ്രദ്ധ മാറണമെങ്കിൽ, അല്ലെങ്കിൽ സിബിൻ ഈ ജബ്രികളെ നോട്ടമിട്ടിരിക്കുന്നതിൽ നിന്ന് ഒരു ഡൈവേർഷൻ കിട്ടണമെങ്കിൽ എന്ത് പറഞ്ഞാൽ ഒരാളെ കുറച്ച് ദിവസമെങ്കിലും അതിലേക്ക് തന്നെ കറക്കിയിടാൻ പറ്റും എന്നുള്ളത് ചാനൽ ചിന്തിച്ച് കാണാം. സോ ക്വാളിറ്റിയെ പറ്റി ചോദിക്കുന്നു, വെളിയിൽ നിങ്ങളുടെ ക്വാളിറ്റി എന്താണെന്ന് ചോദിക്കുന്നു. അതോടുകൂടി സിബിൻ അത് കൊണ്ടു. സിബിൻ ആ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പോഴും വെളിയിൽ വന്നിട്ടില്ല. ഒരു ട്രോമ എന്നൊക്കെ പറയില്ലേ, അതിൽ നിന്ന് വെളിയിൽ വരുന്നില്ല. ആ ചോദിച്ച അന്നത്തെ സാറ്റർഡേയോടുകൂടി ഈ സിബിൻ കാറ്റഴിച്ചു വിട്ട ബലൂണ് പോലെയായി. അന്നത്തെ ഒരു ദിവസം പോയി സൺഡേ എപ്പിസോഡിൽ സിബിൻ വലിയ ഇതൊന്നുമില്ല, ഉറക്കമില്ല എന്നൊക്കെ പറയുന്നു. ഇന്ന് മൺഡേ എപ്പിസോഡ് വന്നപ്പോഴും ഉറങ്ങിയിട്ടില്ല, പറ്റുന്നില്ല, എനിക്കിതിൽ നിന്ന് മോചിതനാകാൻ പറ്റുന്നില്ല, എന്നെ തുറന്നു വിടൂ, ഞാൻ പോകണം, എനിക്കിത് പറ്റില്ല. അതായത് സിബിൻ ആകെ മാനസികമായിട്ട് തകർത്തു എന്ന് തന്നെ ഞാൻ പറയുന്നു. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ബിഗ് ബോസിന്റെ ഒരു സ്ക്രിപ്റ്റ് അറിയാതെയാണെങ്കിലും സിബിൻ പൊളിച്ചു. അതാണ് ബിഗ് ബോസിന് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു. ഈ ഷോയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്ന ജബ്രികൾ എന്നൊരു കോംബോയെ സിബിൻ തകർക്കാൻ ശ്രമിച്ചപ്പോൾ, അതായത് ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റ് സിബിൻ തകർക്കാൻ ശ്രമിച്ചപ്പോൾ സിബിന്റെ ഭാഗത്ത് ആ സമയത്ത് ഒരു തെറ്റ് വരികയും അതിനെ വലുതായിട്ട് ചൂണ്ടിക്കാണിച്ച് ആ ഒരു ക്വാളിറ്റിയെ പറ്റിയൊക്കെ ചർച്ച ചെയ്ത് സിബിൻ ഒരു കൊട്ട് മനഃപൂർവ്വം കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ, ഋഷി അവിടെ എടുത്തു കാണിച്ചു, ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ വാക്കുകളൊക്കെ പറഞ്ഞപ്പോൾ പോലും കൊടുക്കാത്ത ഒരു ശിക്ഷയാണ് സിബിന് സഡനായിട്ട് അത് കൊടുത്തിരുന്നത്. അതോടുകൂടി സിബിൻ അതിൽ നിന്നെല്ലാം മാറി മൊത്തത്തിൽ ഔട്ടായി തകർന്ന് തരിപ്പണമായി ഈ വീട്ടിൽ നിന്ന് പോയാൽ മതി എന്നുള്ളതായി. അപ്പം ഇതാണ് ഞാൻ എല്ലാം കൂടെ, നമ്മൾ കുറേ ട്രോളുകൾ കാണുന്നു, കുറേ എന്താ പറയുക റിവ്യൂ കാണുന്നു, ഈ ഷോ ലൈവ് കാണുന്നു, എപ്പിസോഡ് കാണുന്നു. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് സംഗതി ഇതാണ്. ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റ് സിബിൻ പൊളിച്ചു. അത് കുറച്ച് ക്ഷീണമാണ് ബിഗ് ബോസിന്. സോ അവര് ചെയ്തതാണ്. അപ്പോൾ സിബിനെ ഒന്ന് കൊട്ടിയിരുത്തുക എന്നുള്ളത്. പക്ഷെ ആ കൊട്ടിയിരുത്തിയതിൽ നിന്ന് ഇത്ര നേരം സിബിൻ മോചിതനായിട്ടില്ല. ഇത് എൻ്റെ ഒരു വിലയിരുത്തലാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടോളൂ. പിന്നെ ഇത് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.